ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് നോക്കാനുള്ളത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫാൻറ്റം വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഫാൻറ്റം എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ഫാൻറ്റം വാലറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡാവട്ടെ ഒന്ന്. അപ്പോൾ ലോഡ് ആയിക്കുമ്പോൾ നമുക്ക് അവിടെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് ഉണ്ടാവും. ന്യൂ വാലറ്റിൽ തൊട്ടിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 വേർഡ്സ് കാണിക്കും. ആ വേർഡ്സ് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡറി അക്കൗണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ആർക്കും പറഞ്ഞു കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ആ സാധനം ഒന്ന് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും ഒന്ന് നോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് നമ്മുടെ മൈജിസ് ബ്രൗസർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ താഴെ തന്നെ എക്സ്റ്റൻഷനിൽ ഫാൻറ്റം കണ്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഫാൻറ്റം ഒന്ന് തൊടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ആവും. അതിനുശേഷം അപ്പോൾ തന്നെ നമ്മൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ആക്കി ഇടണം. അതിനുശേഷം ആഡ് ടു ക്രോം കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ആവും. അപ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ട് വാലറ്റ് കൊടുക്കുക. ഇമ്പോർട്ട് സീക്രട്ട് റിക്കവറി ഫേസ് കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇല്ലേ നമ്മൾ ആദ്യം എഴുതി വയ്ക്കാൻ പറഞ്ഞത്, അതെടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ജഡ്ജാണ്, രണ്ടാമത്തെ സ്ലോഗനാണ്, മൂന്നാമത്തെ ഡാഡാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നമ്പറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം അടിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം അടിച്ചതിന് ശേഷം ഇമ്പോർട്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മുടെ അടുത്തൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് ഒരിക്കലും മറക്കരുത്. എന്ന് വെച്ചാൽ ഓരോ എയർ ഡ്രോപ്പ് ലിങ്ക് ചെയ്യുമ്പോഴും മിക്കവാറും പാസ്വേഡ് വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ പാസ്വേഡ് വെച്ച് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ. അപ്പോൾ പാസ്വേഡ് ഒരിക്കലും മറക്കരുത്. ഈ റിക്കവറി ഫ്രേസ് വേർഡ് എഴുതി വെക്കുന്ന പോലെ തന്നെ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം എക്സ്റ്റൻഷൻ ആഡായി. എക്സ്റ്റൻഷൻ ആഡായും ചെക്ക് ചെയ്യാൻ ഈ പസിലിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഫാൻറ്റം എന്ന് കൊണ്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റൻഷൻ ആഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.